ഇന്ന് നോർവേയിൽ ഒരു പ്രത്യേക ദിവസമാണ്. സോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണം കേട്ടോ. ചില കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്തെന്നിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ രാവിലെ നല്ല രീതിയിൽ സ്നോ സ്റ്റോം ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് കുറഞ്ഞപ്പോഴേക്കും നമുക്ക് പുറത്തു പോകാനുള്ള ഒരു അവസരം കിട്ടി. ഈ കാണുന്നതാണ് നമ്മുടെ ഷിപ്പിലല്ല, ശരിക്കും പോർട്ടിലെ ഷോർപാസ് ആണ്. അങ്ങനെ നമ്മളൊരു 4 പേരായിട്ട് ഇന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സി അവിടെ വെയിറ്റിംഗിലായിരുന്നു. നമ്മൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ടാക്സിയിൽ യാത്രയായി. ഇവിടുത്തെ നോർവേജിന്റെ ആള് തന്നെയാണ് ഡ്രൈവർ. പറയാതിരിക്കാൻ വയ്യ, ടാക്സിയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകുന്ന ഓരോ സെക്കൻഡിലും കാണുന്ന വിഷ്വൽസ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷ്വൽസ് ആണ്. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ഇവിടെ പുറത്ത് കാണാനായിട്ട്. എക്സാക്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ നോർവേയിൽ നാർവിക് എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ്. നമ്മളിപ്പം ഗൂഗിളിൽ നമ്മൾ നാർവിക് എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് വരുന്നത് ശരിക്കും നാർവിക് മൂവിയാണ്. ആ മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാം നാർവിക് എന്താണ്, ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത്. വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. ഇന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ ഷിപ്പ് ഇവിടുന്ന് തിരിക്കും. മൊത്തം 3 ടീമായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. 4 പേര് മാത്രമേ അലൗ ചെയ്യുള്ളൂ. കാരണം ഒരു ടാക്സിയിൽ 4 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് പെട്ടെന്ന് പോവുക, പെട്ടെന്ന് വരിക. സോ ഈ ടാക്സി ഡ്രൈവറിനോട് കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് You can go out on the top of this shopping. Then you will come out on a small bridge. You walk down to the right and you're in the middle of the center. There's a roundabout there, you'll see. ശരിക്കും നമ്മൾ ഈ കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ അയ്യോ വിശ്വസിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ മോളിനകത്ത് എൻ്റർ ആയി. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ കുറേ ഫ്ലവറും പ്ലാന്റ്സും ഒക്കെ ഉള്ള ഏരിയയാണ്. ഇതിൻ്റെ ഷിപ്പിലുള്ള അടുത്ത സുഹൃത്താണ്. ഒരുപാട് എക്സ്പെൻസ് ആവുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ നോർവേ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നാർവിക് എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിപ്പെടുന്നതിന് പാടുള്ള കാര്യം തന്നെയാണ്. ഈ നാർവിക്കിലൊക്കെ നമ്മൾ ബൈ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നത്. സെയിലർ ആയതുകൊണ്ട് ആ ഒരു ഭാഗ്യം കിട്ടിയെന്നേ ഉള്ളൂ. നല്ല തരക്കേടില്ലാത്തൊരു മോളാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന രീതിയിലാണെങ്കിലും ഷോപ്പിംഗ് അല്ലായിരുന്നു നമ്മുടെ പ്ലാൻ. ഇവിടുത്തെ ഡ്രസ്സും എന്തായിരുന്നാലും നല്ല എക്സ്പെൻസീവ് ആണ്. സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സൈക്കിള്, സ്കീയിങ്ങിനുള്ള ഐറ്റംസ്, പിന്നെ ഹണ്ടേഴ്സിന് പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു സ്കിൻ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് എന്തിന്റെ സ്കിന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് അടിക്കണം കേട്ടോ. എനിക്ക് മനസ്സിലായില്ല, അവിടെ ഒന്നും ലേബിളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് കറങ്ങി ജസ്റ്റ് നോക്കിയതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് ഇവിടുത്തെ ആൾക്കാർ ഇട്ടേക്കുന്ന കോസ്റ്റ്യൂം. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കൾച്ചർ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ആയിരിക്കും ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങുന്നതെന്ന്. ഞാൻ പിന്നെ മോളിന്റെ പുറകുവശത്ത് ഇറങ്ങി എക്സിറ്റിന്റെ അവിടെ ഇറങ്ങിയപ്പോഴാണ് ശരിക്കും കണ്ടത് ഈ മോളിന്റെ ഒരു സൈഡിലായിട്ട് വിന്റർ ഫെസ്റ്റിവൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും വിന്റർ ഫെസ്റ്റിവൽ ആയിരിക്കാനാണ് ചാൻസ് എന്നുള്ളത്. ഇതിൽ കൊച്ചു കുട്ടികൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ചബ്ബി ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള പിള്ളേരാണ് കേട്ടോ ശരിക്കും. അങ്ങനെ നമ്മൾ സിറ്റി സെന്ററിലോട്ട് നടക്കാൻ പ്ലാൻ ചെയ്തു. ശരിക്കും ഇവിടെ താമസിക്കുന്നവർക്ക് ഈ തണുപ്പൊന്നും അത്ര സീനല്ല. എനിക്കും എൻ്റെ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ നല്ല സീനായിരുന്നു ഈ തണുപ്പ്. അധികം നമുക്ക് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് നടന്നു തുടങ്ങി. അപ്പൊ ഈ ഒരു വൈബ് ഉണ്ടല്ലോ, ഈ ഒരു വിന്റർ ഫെസ്റ്റിവലിന്റെ വൈബ്, അത് എവിടെ നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഈ ഒരു വൈബ് തന്നെയാണ് എല്ലായിടത്തും. സോ അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളിവിടെ വന്നിട്ടൊന്നും വാങ്ങിയില്ലെങ്കിൽ ഒരു മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സുവനീർ ഷോപ്പ് അന്വേഷിച്ച് നടന്നു. स्लेट पे बैठा है वो छोटा वाला स्लेट।
നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്, നമ്മൾ ആ സിറ്റി സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സുവനീർ ഷോപ്പ്. നമ്മൾ അതിനകത്ത് കയറി. അകത്ത് കയറിയപ്പോഴും ഭയങ്കര രസക്കട, എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല വലിയൊരു സുവനീർ ഷോപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഏതെടുത്താലും നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തൊടുന്നത് തിരുനോക്കിയും കണ്ട് തൊടണം, ഇല്ലെങ്കിൽ പണി കിട്ടും. സാധാരണക്കാരെ നമ്മൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് താങ്ങാൻ പറ്റുന്ന റേറ്റൊന്നും ആയിരിക്കത്തില്ല. കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങാൻ പ്ലാൻ ചെയ്തു, ഏതെങ്കിലും 1-2 ഐറ്റംസ്. അങ്ങനെ ഞാൻ കുറേയൊക്കെ അവിടെ കറങ്ങി നടന്നിട്ട് ഈ കാണുന്നതാണ് ഞാൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ്. കുറച്ച് മാഗ്നറ്റ്സും കാര്യങ്ങളും, പിന്നെ ഒരു ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പിന്നെ അത് മാത്രമല്ല, ഈ കണ്ടില്ലേ, ഈ കാണുന്നത് തിമിംഗലത്തിൻ്റെ ഇറച്ചിയാണ് കേട്ടോ. പോരാത്തതിൻ്റെ റെയിൻഡിയറിൻ്റെ ഇറച്ചി കൊണ്ട് ഒരു $100-110 സാധനം ഞാൻ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയത്താണ് ഒരു ബാൻഡ് മേളത്തിൻ്റെ ഒരു ശബ്ദം കേട്ടത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ നമ്മൾ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിയത് കേട്ടോ. ശരിക്കും വിന്റർ ഫെസ്റ്റിവലിൻ്റെ മെയിൻ ഹൈലൈറ്റ്, ഈ സിറ്റിക്കകത്തുള്ള ഹൈലൈറ്റ് ഇതാണ്. എന്താ പറയുക, എൻ്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദിവസം തന്നെ എനിക്ക് പുറത്തിറങ്ങാനും പറ്റി, എനിക്കിത് കാണാനും പറ്റി. പരേഡൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. നമ്മുടെ ടൈം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചങ്ങോട്ട് ആ മോള് വഴി, വേറെ വഴി നമ്മൾ എടുക്കാത്തത് എന്തെന്ന് വെച്ചാൽ ചിലപ്പം ശരിക്കും അറിയില്ലാത്ത സ്ഥലം. എക്സൈറ്റ്മെന്റ് നമുക്ക് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അത് മാറില്ല, കാരണം നമ്മൾ ഇതൊന്നും കണ്ടല്ലല്ലോ നമ്മൾ വളർന്നത്. സോ എവിടെ മഞ്ഞ് കണ്ടാലും കൊച്ചു പിള്ളേരെ പോലെ തന്നെ ആയിരിക്കും. നമ്മൾ സമയം ഒരുപാട് അതിക്രമിച്ചുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു പോകാനുള്ള പ്ലാൻ ആയിരുന്നു. മോൾ വഴി തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോയി മോളിനകത്ത് കയറിയപ്പോഴേക്കും വീണ്ടും അടുത്തൊരു അത്ഭുതം എന്നെ കാത്തിരിക്കുകയായിരുന്നു. അവിടെ ശരിക്കും അടുത്തൊരു ബാൻഡ്, അതായത് ഈ വിന്റർ ഫെസ്റ്റിവലിൻ്റെ തന്നെയാണ് അവിടെ ഒരു ബാൻഡ് മ്യൂസിക് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഓർക്കസ്ട്ര, ഫുൾ ടോട്ടൽ ഓർക്കസ്ട്ര അവിടെ ഉണ്ടായിരുന്നു. പോരാത്തതിന് കുറച്ച് പിള്ളേർ മാർച്ച് പോലത്തെ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. അറിയുന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങോട്ട് താഴത്തെ ഫ്ലോറിൽ നിന്ന്, അപ്പോൾ താഴെയും ഉണ്ടായിരുന്നു ഇതുപോലൊരു അവരുടെ ഒരു ട്രഡീഷണൽ സോങ് പാടുന്നതായിട്ട് ലൈവായിട്ട്. സോ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് കറങ്ങി, കുറച്ച് കണ്ടു, രസിച്ചു. എല്ലാം കഴിഞ്ഞ് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ എത്തിയപ്പോഴേക്കും ഞാൻ ആദ്യം കാണിച്ച ഫ്ലവർ ഏരിയ ആണിത്. എല്ലാം ഒറിജിനലാണ് കേട്ടോ. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ച പ്ലാസ്റ്റിക് ആണെന്ന്. ഒറിജിനൽ ആണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പച്ച പൂവാണ് കേട്ടോ. ഞാൻ ഇതുവരെ പച്ച കളർ പൂ കണ്ടിട്ടില്ല.
ഈ നടന്ന സമയം കൊണ്ട് നമ്മുടെ ടാക്സി വന്നായിരുന്നു. ഇനി നമ്മൾക്ക് ഷിപ്പിൽ കയറേണ്ട സമയമായി. വീണ്ടും ബാക്ക് ടു വർക്ക്. പോകുന്ന വഴിക്ക് പുള്ളിക്കാരൻ പറയുകയും ചെയ്തു, കാറ്റ് ശക്തി കൂടാൻ ചാൻസ് ഉണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഷിപ്പിന് അടുത്തെത്തുന്നതായിരിക്കും നല്ലത്. പറഞ്ഞത് ശരിയാണ്, കാറ്റ് കുറച്ച് കൂടുന്നുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു 5 to 10 ഡിഗ്രിയുടെ വ്യത്യാസം വരും. കാരണം റിയലി എത്ര ഡിഗ്രിയാണ് ടെമ്പറേച്ചർ, കാറ്റടിക്കുമ്പോൾ നമുക്ക് അത് നല്ല ഓവറായിട്ട് ഫീൽ ചെയ്യും. ഒരുമാതിരി ബ്ലേഡ് ഇട്ട് കീറുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഫേസിലും. നമ്മൾ എവിടെയാണോ എക്സ്പോസ് ആയിരിക്കുന്നത് അവിടെ നമുക്ക് അങ്ങനെ ഒരു എഫക്റ്റ് വരും. അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട്, കാരണം ഗേറ്റ് അങ്ങനത്തെ ഗേറ്റാണ്, 1 by 1 ആയിട്ട് നമ്മൾ ആൾക്കാർ അവിടെ പാസ് ചെയ്തു. ഓരോരുത്തരായിട്ട് കാർഡ് വെച്ച് നമ്മൾ അകത്ത് കയറി. സോ കണ്ടില്ലേ, നല്ല കാറ്റുണ്ട്. അത് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ കപ്പലിൻ്റെ ആ സൈഡിലേക്ക് നോക്കി, അത് സ്നോ ഇങ്ങനെ പറന്ന് വരികയാണ്. നമ്മൾ സ്റ്റെയർ കയറി മുകളിലെത്തി. അത് പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ്. വീഡിയോ എടുക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം എനിക്കങ്ങനെ 2 കൈ കൊണ്ട് നമ്മൾ റെയിലിങ്ങിൽ പിടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്കായിരിക്കും താഴേക്ക്. എന്തായിരുന്നാലും ഈ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാത്തൊരു ദിവസം തന്നെയായിരിക്കും. എല്ലാം കൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഞാൻ പുറത്തിറങ്ങിയത്. അവിടുത്തെ ഒരു ആഘോഷം, മൊത്തത്തിൽ ഒരുവിധപ്പെട്ട ആഘോഷം എല്ലാം കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ശരിക്കും തിരിച്ചു വന്നത്. മനസ്സ് നിറഞ്ഞ് തന്നെയാണ് ഞാൻ തിരിച്ച് കപ്പലിലോട്ട് വന്നത്. ഇതാണ് എൻ്റെ നോർവേയിൽ അവസാനത്തെ ദിവസം, അവസാനത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു നിക്സ് മോജോ. ബൈ.